ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മുഖ്യമന്ത്രി നയം വ്യക്തമാക്കി കഴിഞ്ഞു. വീണയ്ക്കെതിരായ കേസിൽ പാർട്ടി കൂടെയുണ്ടാകും. കാരണം പാർട്ടിക്ക് കേന്ദ്ര ഏജൻസികളുടെ ലക്ഷ്യം മനസ്സിലായി. ബിനീഷ് കോടിക്ക് എതിരായ കേസിൽ കോടിയേരിയുടെ പേരില്ല എന്നും ഈ കേസിൽ തന്റെ പേര് പരാമർശിക്കുന്നുവെന്നും പിണറായി വിജയൻ പറയുമ്പോൾ രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. ഇന്ന് കേട്ടത് SFIO കുറ്റപത്രത്തിന്റെ ചുവട് പിടിച്ച് ED വരുന്നു എന്നുകൂടിയാണ്. കുറ്റപത്രത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷമുള്ള വരവിൽ ED മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ അടക്കം ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2024 ഏപ്രിൽ മുതൽ CMRലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ED ചോദ്യം ചെയ്യുകയും രേഖകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടുള്ള അന്വേഷണം. SFIO തുടർ നടപടി തടയണം എന്ന CMRL ആവശ്യം ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിട്ടുമില്ല. സ്വർണ്ണക്കടത്ത് അന്വേഷണം പോലെ ഏജൻസികൾ കയറിയിറങ്ങി മൂന്നാം പിണറായി സർക്കാരിന് വഴിതെളിക്കുമെന്നതാണ് ഇവിടെ പ്രതിപക്ഷത്തിന്റെ സംശയം. SFIO കളമൊരുക്കിയോ എന്നാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി ജേക്സി തോമസ്, മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, BJP പ്രതിനിധി യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ BJP പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. യുവരാജ് ഗോകുൽ, മുഖ്യമന്ത്രിയുടെ മറുപടി അല്പം മുമ്പ് ഇപ്പോൾ തീർന്ന ഈ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം. നിങ്ങൾ അതിനുള്ള മറുപടി എന്താണ് നൽകുന്നത്? അല്ല സ്മൃതി, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പരിപൂർണമായിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് യാത്രയായിരുന്നു, അതുകൊണ്ട് ലാസ്റ്റ് ജസ്റ്റ് ഒരു വാക്ക് മാത്രമാണ് കേട്ടത്. അദ്ദേഹം പറയുന്ന ഈ ആരോപണങ്ങളെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതാണ്. യുവരാജ് ഗോകുൽ, ഈ ആരോപണത്തെ ഗൗരവത്തിൽ കാണുന്നില്ല. കേസ് കോടതിയിലാണല്ലോ, കോടതിയിൽ അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നുള്ളതാണ്. മാത്രമല്ല, ബിനീഷ് കോടിയേരിക്കും വീണ വിജയനും രണ്ട് നീതിയാണോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ കോടിയേരി എന്ന അച്ഛന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നില്ല, പക്ഷേ ഈ കേസിൽ തൻ്റെ പേര് കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ലക്ഷ്യം വ്യക്തമാണ്, തൻ്റെ രക്തത്തിന് വേണ്ടിയുള്ള ദാഹമാണ് എന്ന് വ്യക്തമാവുകയാണ് എന്ന് പിണറായി വിജയൻ പറയുന്നു. കേന്ദ്ര ഏജൻസികളുടെ വരവിനെ അങ്ങനെയാണ് CPIM കാണുന്നത്, മുഖ്യമന്ത്രിയും കാണുന്നത്. മറുപടി? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോൾ അവർക്ക് രാഷ്ട്രീയമായിട്ട് മാത്രമേ അതിനകത്ത് പ്രതിരോധം ഉയർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു വിഷയം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മകള് ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനിക്ക് ഇത്രയും അധികം, നമ്മൾ ഒരുപാട് തവണ കേരളത്തിൽ ഇത് ചർച്ച ചെയ്ത വിഷയമാണ്. ഇതിനകത്ത് ആവർത്തന വിരസത തീർച്ചയായിട്ടും ഉണ്ടാവും, എങ്കിലും വീണ്ടും പറയേണ്ടി വരുന്നതാണ്. ഇത്രയധികം തുക അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. അത് സേവനത്തിനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്ത സേവനം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഇതുവരെയും കേരളത്തിന്, ഈ നിമിഷം വരെയും കേരളത്തിനൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ CMRL എന്ന് പറയുന്ന കമ്പനിക്കോ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് കമ്പനി അതിൽ വ്യക്തത കൊടുത്തിട്ടുണ്ട് എന്ന് കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ അന്വേഷണ സംഘത്തിന് കമ്പനി വ്യക്തത കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് കള്ളപ്പണ ഇടപാടല്ലല്ലോ. കാരണം ഇതിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, GST അടച്ചതിന്റെ രേഖകളുണ്ട്. അപ്പോൾ എല്ലാ രേഖകളും അവിടെ നിൽക്കുകയാണ്. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, രേഖകൾ വെച്ചിട്ട് തന്നെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. അതായത് ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനകത്ത് രേഖകൾ വരും. ആ രേഖ എന്ന് പറയുന്നത് കയ്യിലുള്ളതൊരു ചക്ക, ആ ചക്കയുടെ വില 10,000, അങ്ങനെ 10,000 രൂപ കൊടുത്ത് ഞാനൊരു ചക്ക വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രേഖ കാണിച്ചു കഴിഞ്ഞാൽ അത് തൊണ്ടതിടാതെ വിഴുങ്ങാൻ പറ്റുന്നതല്ലല്ലോ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിൽക്കുന്നവർ, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ. യുവരാജ് ഗോകുൽ, കേസിൽ 11ാം പ്രതിയാണ് വീണ. അപ്പോൾ ഏതൊക്കെ ചക്കകൾ കഴിഞ്ഞിട്ടാകണം വീണയിലേക്ക് എത്തേണ്ടത്? എന്തുകൊണ്ടാണ് വീണ എന്ന ഇതിലേക്ക് നിങ്ങൾ ഊന്നുന്നത്, വീണയെ ചോദ്യം ചെയ്യും എന്നതിലേക്ക് ഊന്നുന്നത്? സ്മൃതി, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കേസ് വളരെ വ്യക്തമായിട്ടും CMRലും വീണയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് അല്ലാത്ത തരത്തിലുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ട്, ആ കമ്പനികൾ ഫ്രോഡ് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് EDയും SFIOയും വിജിലൻസും ഒക്കെ അന്വേഷണങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തൊരു പൊളിറ്റിക്കൽ ആംഗിളും കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ വിഷയവും അതിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഇൻകം ടാക്സിൻ്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്താണ്, അവരൊരു
പുറത്തേക്ക് ഒരു റിപ്പോർട്ട് കൊണ്ടുവരുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന പൈസ വീണ വിജയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത്. ആ വന്നിരിക്കുന്നത് ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യന് കൊടുക്കുവാനുള്ള പൈസയാണ് എന്ന് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഹെർ ഫാദർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞത് 100% ശരി തന്നെയാണ്. ഇവിടെ വിഷയം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നം വന്നിരിക്കുന്നത്. പക്ഷേ അത് മുഖ്യമന്ത്രിയോടുള്ള ഒരു പൊളിറ്റിക്കൽ വെണ്ടട്ട എന്നുള്ള നിലയിലല്ല. കണ്ടുകൊണ്ടിരിക്കുന്ന 3.5 കോടി മലയാളികൾക്കും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ പിണറായി വിജയന് വരേണ്ടിയിരുന്ന പൈസ അത് റൂട്ട് മാറ്റി ഒരു മണി ലോണ്ടറിങ് പ്രോസസ്സിൻ്റെ വഴിയിലേക്ക് പോവുകയും അത് വീണ വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇല്ലാത്ത സേവനങ്ങളുടെ പേരിൽ, ഇപ്പൊ മുഖ്യമന്ത്രി സേവനങ്ങൾ കൊടുത്തു എന്ന് കമ്പനി വ്യക്തമാക്കി എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. കമ്പനിയും വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണ്? മൈക്രോസോഫ്റ്റ് എക്സൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.72 കോടി രൂപ കൊടുത്തു എന്ന് ഈ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണം എന്നാണോ സ്മൃതി പറയുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൻ്റെയൊക്കെ സർവീസിന് വേണ്ടിയിട്ടാണല്ലോ സ്മൃതി. നമ്മളൊരു 10 ലക്ഷം രൂപയുടെ കാറ് മേടിച്ചു കഴിഞ്ഞാൽ ഈ കാറിൻ്റെ സർവീസിന് നമ്മൾ 1.5 കോടി രൂപ ചെലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കണം? ഇല്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന ടാലിയുടെ ഒറിജിനൽ സോഫ്റ്റ്വെയറിന് എത്ര രൂപ വിലയാവും? നിങ്ങൾ ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒറിജിനലിന് എത്ര രൂപ വിലയാവും നമുക്ക്? അപ്പോൾ ഈ പറയുന്ന 3-4 സോഫ്റ്റ്വെയറുകളുടെ പേരുകളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറുകളുടെ ഒറിജിനൽ പ്രൈസ് പോലും ഈ പറയുന്ന സോഫ്റ്റ്വെയറുകളുടെ സർവീസിന് വേണ്ടിയിട്ട് ചെലവാക്കി എന്ന് പറയുന്നതിൻ്റെ 10-1 പോലും വരില്ലാന്നേ. 10-1 പോലും വരില്ല. അപ്പോൾ ഇവർ ഈ കൊടുത്തിരിക്കുന്ന സർവീസ് എന്താണ് അതിനെക്കുറിച്ചിട്ട് ക്ലാരിറ്റിയോടുകൂടി കേരളത്തിന്റെ മുമ്പിൽ പറയുവാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾക്കുണ്ട്. 2 വർഷമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാണ്. ഇപ്പോഴും ഇത് മൈക്രോസോഫ്റ്റ് എക്സലിലും ടാലിയിലും കിടന്ന് കറങ്ങുന്നതിന് അപ്പുറത്തേക്ക് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയപ്പെട്ടതിനെ മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ മകളായതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ വെണ്ടറ്റ തീർക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കൈ കഴുകാൻ ഓടി രക്ഷപ്പെടുവാനും മാത്രമേ സാധിക്കുകയുള്ളൂ. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായി ആ വിഷയത്തിനകത്ത് ധാരണയുണ്ട്. ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്ന് അവർ കരുതണ്ട. ശരി ജയ്ക്ക്, ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ എപ്പോഴൊക്കെയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി ഈ കേസിനെ കൂടി കാണുകയാണ് നിങ്ങളും. നിങ്ങൾ ആ രൂപത്തിലാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയും. പക്ഷേ ഈ കേസിൽ ഇതിലൊരു കേസുണ്ട് എന്നുള്ളതാണല്ലോ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം. ഈ പറഞ്ഞ സേവനം എന്ത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് അവിടെ തീരും. അതിൽ ജനങ്ങൾക്ക് കൂടി അതിലൊരു വ്യക്തത വരികയാണ്. അങ്ങനെ ഒരു വ്യക്തത ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ജയ്ക്ക്, അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടി നമ്മളൊരു 1000 തവണ ഇതിനോടകം എനിക്ക് തോന്നുന്നു BJP-യുടെ പ്രതിനിധിയാണ് തൊട്ടു മുമ്പ് സംസാരിച്ചത്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചർച്ചയ്ക്കെടുക്കുന്നതിലെ ഒരു വിരസത BJP-യുടെ പ്രതിനിധി തന്നെ നമ്മുടെ ചർച്ചയിൽ സൂചിപ്പിച്ചു. അതെന്തായാലും കൗതുകമുള്ള ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങയുടെ ചോദ്യത്തിനെ സംബന്ധിച്ചുള്ള ഈ കൊടുത്ത സേവനം എന്ത് എന്ന ചോദ്യത്തിനുള്ള മറുപടി 1000 തവണയായിരിക്കില്ല. വിവിധ ചാനലുകളിൽ, വിവിധ മാധ്യമങ്ങളിൽ നിരവധി തവണ ഇതിനോടകം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കി വിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് ഈ കേസിന്റെ സൂക്ഷ്മതയുള്ള മെറിറ്റിലേക്കും മറ്റ് വിശദീകരണങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും ഒന്നും പോകണമെന്ന് സത്യസന്ധമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ BJP-യുടെ ബഹുമാന്യനായ പ്രതിനിധി പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ദീർഘസമയം എടുത്ത് പ്രഭാഷണം നടത്തി. നല്ല കാര്യം, ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ബഹുമാന്യനായ BJP-യുടെ പ്രതിനിധി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കളി രാജ്യവും കേരളവും കാണാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. സാധാരണഗതിയിൽ മുമ്പ് എനിക്ക് തോന്നുന്നു വളരെ പ്രസിദ്ധി ആർജിച്ച മലയാളത്തിലെ ഒരു വലിയ ഹിറ്റായി മാറിയ ചലച്ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഒരു നായക നടനെ രസങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹം പറയുകയാണ്, ഇത് കൂടാതെ ഞാൻ സ്വന്തമായി കണ്ടെത്തിയ ഒരു 4 രസം കൂടെയുണ്ട്, അത് ഞാൻ അവതരിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. അതേപോലെയാണ് 2021 മുതൽ അങ്ങ് ആലോചിച്ചു നോക്ക്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഘോഷയാത്രയല്ല, ഒരു രഥയാത്ര പോലെ നമ്മുടെ നാട്ടിലേക്ക് വിരുന്നു വന്നില്ലേ ഈ സംഘങ്ങളെല്ലാം?
ഓരോ തവണയും ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ, ലീക്ക് ചെയ്ത് മാധ്യമങ്ങളുടെ തീന്മേശയിലേക്ക് അപ്പക്കഷ്ണം ഇട്ടുകൊടുക്കുന്നത് പോലെ ഇട്ടുകൊടുത്ത വിവരങ്ങൾ എത്ര തവണ നമ്മൾ ഇരുന്ന് ആഘോഷിച്ചു, എത്ര മണിക്കൂർ ഞാനും അങ്ങയും ഈ BJP-യുടെ പ്രതിനിധിയും ഒക്കെ ആ ED-യും IT-യും NIA-യും CBI-യും എന്ന് തുടങ്ങി ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് DPD എന്ന് വയനാട് മുൻ MP നമ്മുടെ LOP ലീഡർ ഓഫ് ഒപ്പോസിഷൻ വിശേഷിപ്പിച്ച ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള മുതലാളിമാരുടെ സംഘം, അന്വേഷണ സംഘാംഗങ്ങൾ ഇട്ടുകൊടുത്ത വിവരങ്ങളുമായി നമ്മൾ എത്ര തവണ, എത്ര രാത്രി, എത്ര മണിക്കൂറുകൾ ഇതേപോലെ ചർച്ച ചെയ്തു. ഏതെങ്കിലും ഒരു കേസിന് ബഹുമാനിയായ BJP-യുടെ പ്രതിനിധി, അങ്ങ് പിന്തുണയ്ക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ കൂടെ പ്രതിനിധിയാണല്ലോ അങ്ങ്, ഏതെങ്കിലും ഒരു കേസിന് ആരെയെങ്കിലും കൺവിക്ഷൻ റേറ്റോട് കൂടെ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഈ അന്വേഷണ സംഘം RSSന്റെ കാവൽ നായ്ക്കളെ പോലെ നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുമായി കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന വാലാട്ടി സംഘം, ഈ സംഘം ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ വസ്തുതകൾ നിർത്തി കേസ് നടത്തി കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്ന വിധി സമ്പാദിച്ചതായി നിങ്ങൾക്ക് അനുഭവമുണ്ടോ? രാജ്യസഭയിൽ അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സഖാവ് A. റഹീം MP അദ്ദേഹം ചോദിച്ചു ED നടത്തിയ കേസുകളുടെ കൺവിക്ഷൻ റേറ്റിനെ സംബന്ധിച്ച്. എന്തായിരുന്നു RSSന്റെ നേതാവായിട്ടുള്ള BJP-യുടെ പ്രതിനിധി, അദ്ദേഹം യൂണിയൻ മന്ത്രിസഭയുടെ പ്രതിനിധിയായി നമ്മുടെ പാർലമെന്റിൽ നടത്തിയ പ്രതികരണം എന്താണ്? 198 കേസ് ED എടുത്തു. ആ 198 കേസ് ED എടുത്തതിൽ എത്ര പേരെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ പറ്റി? വെറും 2 എണ്ണം, വെറും 2 എണ്ണം. 196ഉം നിങ്ങൾക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു. അല്ലെങ്കിൽ അലക്കി വെളുപ്പിക്കുന്ന മെഷീൻ, വാഷിംഗ് മെഷീൻ എന്നതുപോലെ അവർ RSSനോട് ആഭിമുഖ്യമുള്ളവരായി മാറിയപ്പോൾ, BJP-യോട് ചേർന്ന് നിന്നുള്ളവരായി മാറിയപ്പോൾ എല്ലാ കേസുകളെയും നിങ്ങൾ വിട്ടിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ പറയുന്നു മുഖ്യമന്ത്രികളെ പദവി ഉപയോഗിച്ചുകൊണ്ട് ഒരു നെപ്പോട്ടിസത്തിന്റെ ചായ കലർന്ന അഴിമതി ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന പച്ചക്കള്ളം നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം നിങ്ങൾ ഈ കേരളത്തിനകത്ത് എത്ര അന്വേഷണ സംഘങ്ങളുമായി നിങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നു? ഈന്തപ്പഴത്തിലെ കുരു എവിടെ പോയി BJP നേതാവേ? പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്ത് എവിടെ പോയി BJP നേതാവേ? സെക്രട്ടേറിയറ്റിന് തീയിട്ടതിനെ തുടർന്ന് കത്തിച്ചു കളഞ്ഞ ഫയൽ കൂമ്പാരം എവിടെ പോയി BJP നേതാവേ? ക്ലിഫ് ഹൗസിൽ നടന്ന വിവാഹ ചടങ്ങിൽ തീവ്രവാദ കേസിലെ പ്രതി പങ്കെടുത്തു എന്ന പച്ചക്കള്ളം കേസായി വന്നല്ലോ, എവിടെ പോയി BJP നേതാവേ? കാറ്റാടിപ്പാടത്തെ കോടികൾ അന്വേഷിക്കുവാൻ NIA-യും ED-യും CBI-യും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു പറഞ്ഞല്ലോ. സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിനും ഇടയ്ക്ക് തമ്പടിച്ച നാളുകൾ മഴയും വെയിലും കൊണ്ട് നടന്നല്ലോ. ഏതെങ്കിലും ഒരു കേസിൽ എന്തിനധികം പറയുന്നു, നമ്മുടെ നാട്ടിൽ പായിക്കാത്ത് കൊണ്ടുപോയ കോടികളെ സംബന്ധിച്ച് മാധ്യമങ്ങളും നിങ്ങളും ഒക്കെ ചർച്ച നടത്തി. എവിടെ പോയി തെളിവ്? എവിടെ പോയി കേസ്? ഇപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നു. നിങ്ങൾ തന്നെ സ്വന്തമായി കണ്ടെത്തിയ പുതിയ 4 രസം എന്നതുപോലെ ED-യും CBI-യും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഇൻകം ടാക്സും കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ROC, SFIO നിങ്ങൾ തന്നെ കണ്ടെത്തിയ പുതിയ അന്വേഷണ സംഘങ്ങളാണ്. അവരുടെയും വിരുന്ന് വരവിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ്. നിങ്ങൾ മറുപടി പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം, ഇതിപ്പോൾ കോടതിയിൽ ഇതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണല്ലോ. ഇന്നിപ്പോൾ CMRL ഡൽഹി ഹൈക്കോടതിയിൽ സ്റ്റേ ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റേ നൽകിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ കോടതിയിൽ നടക്കട്ടെ, അതങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. ഇനി സ്വർണ്ണക്കടത്ത് കേസുമായി ഈ കേസിൽ നിന്നും സ്വർണ്ണക്കടത്ത് വ്യത്യസ്തമാകുന്നത്, അന്ന് അതിശക്തമായി നിങ്ങൾ പ്രതിരോധിച്ചിരുന്നു. ഓരോ ആരോപണത്തിനും അക്കമിട്ട് മറുപടിയും നൽകിയിരുന്നു. ഇതിൽ പക്ഷേ മറുപടി നൽകാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ജയ്ക്ക് പോലും നോക്കൂ, ഈ സേവനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അതിലൊരു മറുപടി, ആവർത്തന വിരസത എന്നൊക്കെ പറയാമെങ്കിലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ വിഷയമാണല്ലോ. ഇപ്പോൾ ഏജൻസികൾ വരുന്നു എന്ന വാർത്ത വന്ന ദിവസമാണല്ലോ ജയ്ക്ക്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം വരില്ലെന്നേ. ആ ക്ലാരിറ്റിയാണ് ജനം ആഗ്രഹിക്കുന്നത്. ആ ക്ലാരിറ്റിയാണ് ജനം ആഗ്രഹിക്കുന്നത്. അങ്ങ് പറയണ്ട, അങ്ങേക്ക് എന്താണ് ജനങ്ങളുടെ ആകെ അട്ടിപ്പറ അവകാശം എനിക്ക് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധികൾ പറയട്ടെ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ജനങ്ങൾ ഇത് പറയുന്നു, ദ നേഷൻ വാണ്ട്സ് ടു നോ എന്ന് അലറി അക്രോശ സമ്മാനത്തോടുകൂടെ അലറി വിളിക്കുന്ന മറ്റൊരാൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമുക്ക് കഴിയില്ല. ഞാൻ അലറിയിട്ടാണോ ഇപ്പോൾ ചോദിച്ചത്? എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഒരു ചോദ്യമല്ലേ, ഒരു ഉത്തരം തന്നൂടെ? ഇല്ല, അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ അങ്ങയെക്കുറിച്ച് അല്ല ഉദ്ദേശിച്ചത്. അക്രോശ സമാനമായി ദ നേഷൻ വാണ്ട്സ് ടു നോ എന്ന് അലറി വിളിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അർണബ് ഗോസ്വാമിയുടെ മാധ്യമ പ്രവർത്തനം ഇവിടെ നമ്മൾ നടത്തുന്നില്ല ജയ്ക്ക്. മാധ്യമ പ്രവർത്തനം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുക എന്ന് തന്നെയാണല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ എടുത്താൽ മതിയെന്നേ. ഇല്ല, അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അങ്ങനെ ജനങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ ഇന്ത്യയിലും കേരളത്തിലും ഒരാൾക്കും അവകാശമില്ല.
നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലയിൽ നിങ്ങൾ മനനം ചെയ്ത, നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തി ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അതിന് ജനങ്ങളെ ചാരി ഇത് ജനങ്ങൾക്കറിയണം എന്ന നിലയിൽ ചോദിച്ചാൽ ആ കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ അങ്ങയോട് ആമുഖമായി സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രിയെ ആരോപണ വിധേയനാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, എന്റെ പേര് പറഞ്ഞു, കോടിയേരിയുടെ പേര് ബിനീഷ് കോടിയേരിയുമായുള്ള കേസിൽ പറഞ്ഞിട്ടില്ല, എന്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേ? മുഖ്യമന്ത്രിയാണ് ലക്ഷ്യമിടുന്നത് അല്ലേ? അതിൽ വ്യക്തതയുണ്ട്. മുഖ്യമന്ത്രിയെ മകൾ വഴി ലക്ഷ്യമിടുന്നു എന്നതിൽ വ്യക്തതയുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുകയാണ്. ജയ്ക്ക്, വ്യക്തത വരികയാണ്. അല്ല അങ്ങേക്ക് അല്ല നമ്മൾ ഇത് സംബന്ധിച്ചുള്ള ആയിരക്കണക്കിന് ദിവസങ്ങൾ നടത്തപ്പെട്ട ചർച്ചകളും നമ്മളൊക്കെ കമ്പനികാര്യ നിയമത്തെ സംബന്ധിച്ചും കൊടുത്ത സേവനത്തെ സംബന്ധിച്ചും സ്വീകരിച്ച സേവനത്തെ സംബന്ധിച്ചും അതിൽ ഈ സേവനത്തെ സംബന്ധിച്ച് കരാറിൽ ഏർപ്പെട്ട പാർട്ടികൾ സ്വീകരിക്കേണ്ട സമീപനത്തെ സംബന്ധിച്ചും ഒക്കെ 1000 തവണ അഭിഭാഷക പണ്ഡിതന്മാരുടെ അടക്കം നേതൃത്വത്തിലും സാന്നിധ്യത്തിലും നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് വിലയിരുത്തിയിട്ടുള്ളതാണ്. ഇപ്പോ വീണ്ടും അതേ ആവശ്യം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് സേവനം എന്താണെന്ന് അറിയണം. സേവനം എന്താണെന്ന് അറിയാൻ നമുക്കും നമ്മുടെ മുമ്പിൽ എന്താണ് മാർഗമുള്ളത്? ഈ കരാറിൽ ഏർപ്പെട്ട 2 കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അന്തസ്സത്തെ എന്താണ്? അത് അവർ തമ്മിലുള്ള ഇടപാടാണ്. അതിൽ GST അടച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ നടത്തപ്പെടുന്ന വൈകുന്നേരത്തെ എഡിറ്റർമാരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ സംവാദത്തിൽ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിലെ തന്നെ അങ്ങയുടെ സഹപ്രവർത്തകർ അഭിപ്രായം പറയും. അതിൽ ഓരോരുത്തരുടെ അഭിപ്രായം പറയും. അത് കുഴപ്പമില്ല. താങ്കൾ അതിനെയൊന്നും ഉദ്ധരിക്കേണ്ട. താങ്കളുടെ അഭിപ്രായം പറയൂ. ഇതിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു എന്നേ. എന്താണ് സേവനം എന്നുള്ളതാണ്. SFIO ഏത് തരത്തിലുള്ള കേസുകൾ ആണ് അന്വേഷിക്കാറുള്ളത് എന്ന കാര്യത്തിൽ നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ വീണയുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കുന്നത്. ഈ താങ്കൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല, പക്ഷേ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മറ്റ് ചുരുക്കപ്പേരുകളുണ്ടല്ലോ, മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ കാര്യമുണ്ടല്ലോ, അതും അന്വേഷിക്കണം. പക്ഷേ SFIOയുടെ അന്വേഷണം അതിലേക്കല്ല പോയിരിക്കുന്നത്. SFIO കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ സേവനം വ്യക്തമല്ല എന്നാണ്. അതുകൊണ്ടാണ് ജയ്ക്ക് അത് ആവർത്തിച്ച് ചോദിക്കുന്നത്. ആ സേവനം ജനം അറിയണ്ട എന്നുണ്ടോ? ഇനി എനിക്ക് മറുപടി പറഞ്ഞു തുടങ്ങാമല്ലോ. ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് വീണ്ടും ഇടപെടുന്നു. സ്വാഭാവികമായ അങ്ങയുടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അത് അനിവാര്യമായ ഒരു ദുരന്തം വന്നതുപോലെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കാറുള്ളത്. പക്ഷെ പ്രത്യേകത ഇപ്പോൾ അങ്ങനോട് പറയുന്നു, അതിൽ അങ്ങയുടെ എഡിറ്റോറിയൽ ഡിബേറ്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ എല്ലാവരും വ്യക്തിപരമായി അവരവരുടെ അഭിപ്രായം പറയും, അത് അങ്ങ് ഉദ്ധരിക്കേണ്ട. അങ്ങനത്തെ ഡിക്റ്റേഷൻ ഒന്നും അങ്ങ് എന്റെ അടുക്കൽ പറയാൻ പാടില്ല. അങ്ങനത്തെ ഡിക്റ്റേഷൻ അങ്ങയുടെ സ്ഥാപനത്തിൽ അങ്ങ് പറയുന്നത് കേട്ട് ജോലി ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം. ഞാൻ ആരെ ഉദ്ധരിക്കണം, ഞാൻ ആരെ ഉദ്ധരിക്കേണ്ട, ഞാൻ ആരെ കോട്ട് ചെയ്യണം, ഞാൻ ആരെ കോട്ട് ചെയ്യണ്ട എന്ന് റിപ്പോർട്ടർ ചാനലിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അല്ല തീരുമാനിക്കുന്നത്. അത് എന്റെ മാത്രം അവകാശവും എന്റെ മാത്രം ബോധ്യവുമാണ്. അത് എടുക്കണ്ട എന്ന് വെച്ചാൽ അത് നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എനിക്ക് തിരിച്ചു പറയേണ്ടതായി വരും. ഞാനൊരു ചോദ്യമാണ് ചോദിച്ചത്, നമ്മുടെ സമയം കളയാതിരിക്കാൻ വേണ്ടി. താങ്കളുടെ ഒരു അഭിപ്രായം, താങ്കളുടെ വിലയേറിയ അഭിപ്രായം, അത് ബാക്കിയുള്ള ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിലെ ആരെങ്കിലും അഭിപ്രായം ഏറ്റെടുത്ത് പറയുകയല്ലോ ജയ്ക്കിന്റെ ചുമതല. ജയ്ക്കിൻ്റെതായ അഭിപ്രായം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇനി താങ്കൾക്ക് പറയാം. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞു ആ എഡിറ്റോറിയൽ ഡിബേറ്റിൽ അതിലെ 1-2 ആളുകളുടെ അഭിപ്രായത്തെ ഞാൻ കോട്ട് ചെയ്യാൻ ശ്രമിച്ചോളാം. അങ്ങ് പറഞ്ഞു അങ്ങ് അത് ഉദ്ധരിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങേക്ക് എന്നോട് പറയാൻ അവകാശമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞ് കേട്ട് ചെയ്യുന്ന ജോലി മാത്രം ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. ഞാൻ ആരെ ഉദ്ധരിക്കണം, എനിക്ക് സ്വീകാര്യവും സത്യസന്ധവും എന്ന് തോന്നുന്ന അഭിപ്രായം ആര് പറഞ്ഞാലും അത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കടമെടുക്കാനും വിത്തിൻ കൊട്ടേഷൻ ആ അഭിപ്രായത്തെ ഡെലിവറി ചെയ്യാനുള്ള അവകാശം ലോകത്ത് ഏത് മനുഷ്യനും എന്നതുപോലെ എനിക്കുമുണ്ട്. അത് ഏതെങ്കിലും ഒരു ആങ്കർ റദ്ദ് ചെയ്താൽ ഇല്ലാതാവുന്നതല്ല, അത് ഏതെങ്കിലും ഒരു ആങ്കറുടെ കാരുണ്യത്തിൽ ഉണ്ടാകുന്നതുമല്ല, അതെല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. ഒരു ചാനൽ 4 വന്നിരിക്കുമ്പോൾ അത് റദ്ദ് ചെയ്യപ്പെടുന്നതുമല്ല. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അങ്ങയോടൊപ്പം അങ്ങയുടെ സഹപ്രവർത്തകർ പങ്കെടുത്ത അതേ സംവാദത്തിനിടയിൽ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം ഈ കേസിലെ പൊളിറ്റിക്കൽ വെണ്ടറ്റ, അതാണല്ലോ BJP നേതാവ് ഉപയോഗിച്ച പദപ്രയോഗം, ഈ കേസിലെ രാഷ്ട്രീയ താല്പര്യം, അതോടൊപ്പം ഈ കേസ് എന്തുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ വരാന്തയിലും മറ്റു 2 വിജിലൻസ് കോടതിയുടെ വരാന്തയിലും എന്തുകൊണ്ട് നിൽക്കാതെ പോയി കോടതിയുടെ വരാന്തയുടെ 7 ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട കേസായി എന്തുകൊണ്ട് ഈ കേസ് മാറി എന്നതിനെ സംബന്ധിച്ച് ഞാൻ മാത്രമല്ല നീതിന്യായ പക്ഷത്തിരിക്കുന്ന ന്യായാധിപ സംഘവും അഭിഭാഷക വൃത്തിയിൽ പാണ്ഡിത്യമുള്ളവരും, ഏത് പാണ്ഡിത്യം, മറ്റേ നമ്മുടെ തൃശൂർ കേരളവർമ്മ കോളേജിൽ 1 വോട്ടിന് തോറ്റുപോയ KSU സ്ഥാനാർത്ഥിയെ 7 വോട്ടിന് തോൽപ്പിച്ച് കളഞ്ഞ അഭിഭാഷക പാണ്ഡിത്യമല്ല, അന്തസ്സോടുകൂടെ അഭിഭാഷക പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇതിലെ നിയമവശത്തെ സംബന്ധിച്ച് ധാരണയുണ്ട്. അങ്ങേ ഇരുത്തിക്കൊണ്ട് അങ്ങയുടെ സഹപ്രവർത്തകർ നിങ്ങളുടെ സംവാദ മുറിയിൽ
മുറിയിൽ നിന്നുകൊണ്ട് SFIO നടത്തുന്ന അന്വേഷണത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലായ്മയെ സംബന്ധിച്ച്, അതിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഒക്കെ, GST അടച്ച് കൈപ്പറ്റിയ തുകയുടെ സത്യസന്ധതയെ സംബന്ധിച്ച് ഒക്കെ 1000 തവണ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ അഭിപ്രായത്തെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. നമ്മുടെ നാട്ടിൽ ഒരു കമ്പനി നടത്തുമ്പോൾ, ഒരു സേവനം കൊടുക്കുമ്പോഴോ വാങ്ങുമ്പോഴോ ആ സേവനം അഴിമതിയുടെ രൂപത്തിലല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് അതിൽ GST അടച്ച് അതിന്റെ രേഖ സമർപ്പിക്കുക എന്നുള്ളതാണ്. പറഞ്ഞതാരാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഏതായാലും ആ അഭിപ്രായം പ്രസക്തമാണ്. അത് നമ്മൾ ഇത് സംബന്ധിച്ചുള്ള ഏത് ചർച്ചയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ GST അടച്ച തുകയുടെ രസീത് ഇവർ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആദ്യത്തെ പ്രഖ്യാപനം. GST അടച്ച രസീത് ഹാജരാക്കിയാൽ ഞാൻ മാപ്പ് പറയാം എന്ന് പ്രഖ്യാപിച്ച പ്രൊഫഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ മുഖം ഉണ്ടായിരുന്നില്ലേ? എവിടെ പോയി? അപ്പോ ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസും BJP-ക്കാരും ഓരോ സമയത്ത് പറഞ്ഞത് വിഴുങ്ങേണ്ട വന്നിട്ടുണ്ട്. ശരി, നമുക്ക് കോൺഗ്രസ് പ്രതിനിധി അതിന് മറുപടി പറയാനില്ല, പകരം ലീഗ് പ്രതിനിധിയുണ്ട്, അദ്ദേഹം അതിന് മറുപടി പറയുമായിരിക്കും ജയ്ക്ക്. പക്ഷേ ഈ GST അടച്ച രേഖകൾ എന്നുള്ളതല്ല നമുക്ക് അവസാനം കണ്ടത് SFIO കൊടുത്തിരിക്കുന്ന കുറ്റപത്രമാണ്. അതിൽ പറയുന്നു സേവനത്തിന് തെളിവില്ല എന്ന്. അതിലാണ് നമ്മൾ മറുപടി തേടുകയും ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, കേന്ദ്ര ഏജൻസികൾ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങോട്ട് വരുമെന്നുള്ള സൂചനകളാണ് ഇന്നിപ്പോൾ ലഭിക്കുന്നത്. SFIO അന്വേഷണം യഥാർത്ഥത്തിൽ ED-ക്ക് വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ED വരാൻ പോകുന്നു, പിന്നീട് CBI വരാനും പോകുന്നു എന്ന് കേൾക്കുന്നു. ഷോൺ ജോർജ് CBI വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണത്രേ. അപ്പോൾ ഇങ്ങനെയാണ് ഏജൻസികളുടെ വരവ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. നിങ്ങളായാലും ഇടതുപക്ഷമായാലും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. കാരണം സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ വന്നു, അതുപോലെ ഇതിലും കേന്ദ്ര ഏജൻസികൾ വരുന്നു. പക്ഷേ അവരും നിങ്ങളും പറയുന്നതിൽ ഒരു വ്യത്യാസം, സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം എന്തായി എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ പറയുന്നു എന്തായി എന്നുള്ളതല്ല, അത് പാതി വഴിയിൽ അങ്ങ് നിലച്ചു എന്നുള്ളതാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ വരവിൽ ഒരു രാഷ്ട്രീയം കാണുന്നില്ല എന്നാണോ ഷിബു മീരാൻ? തീർച്ചയായും സ്മൃതി, ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. നമ്മളത് പലവട്ടം ചർച്ച ചെയ്യാറുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തി BJP വേട്ടയാടാറുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ ചർച്ചയിൽ ഇരിക്കുന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ പല സന്ദർഭങ്ങളും ഉണ്ടല്ലോ. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് BJP-ക്കെതിരായി പൊതുവായി വരുന്ന ചില വിഷയങ്ങളിൽ ഞങ്ങൾ പിന്തുണ കൊടുത്ത പൂർവാനുഭവങ്ങളുണ്ട്. അത്തരമൊരു പിന്തുണ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലും സഖാവ് പിണറായി വിജയന് കൊടുക്കണമെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരായ ഈ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. പക്ഷെ സ്മൃതിക്കറിയാലോ, ഞങ്ങൾ LDF-ലെ ഘടകകക്ഷികളൊന്നും അല്ല. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാൻഡേറ്റ് പ്രതിപക്ഷത്തിരിക്കാണ്. അപ്പോൾ അത്തരത്തിലൊരു പിന്തുണ കൊടുക്കണമെങ്കിൽ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളെ ചെറിയ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കേസല്ല. IT നടത്തിയ ഒരു റെയ്ഡ്, അതിനെ തുടർന്ന് കിട്ടിയ ചില രേഖകൾ, ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഹിയറിംഗ് നടക്കുന്നു. അന്ന് മുതൽ ഇവിടെ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വന്നിട്ടുള്ള പണം അത് അക്കൗണ്ട് വഴിയാണ് വന്നത്, നിഷേധിക്കാൻ കഴിയില്ല. അതിന് നികുതി കൊടുത്തു എന്ന അവകാശവാദം കൊണ്ട് ഇരിക്കട്ടെ, ഇതിന് കൊടുത്തിട്ടുള്ള സർവീസ് എന്താണ്, ആ സർവീസ് എന്താണെന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ ഈ കൊടുത്ത സർവീസിന്റെ മൂല്യവും ഈ കൈപ്പറ്റിയ പണത്തിന്റെ മൂല്യവും ഒന്ന് താരതമ്യം ചെയ്ത് ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടാവുന്നതാണെങ്കിൽ സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അചഞ്ചലമായ പിന്തുണ ഈ വിഷയത്തിൽ കൊടുക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നിപ്പോ പത്രസമ്മേളനം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ലഹരിക്കെതിരെ നടത്തിയ റെയ്ഡുകളുടെ, പിടിച്ച കേസുകളുടെ ഒക്കെ വലിയ കണക്ക്. നല്ലതാണ്, അതൊക്കെ കേരളത്തിന് അറിയാൻ അവകാശമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് അതൊക്കെ പറയേണ്ടതും. ഇന്ന് വൈകിട്ട് ഒരു വാർത്താ സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഇവിടെ പലരും പറയുന്നത് പോലത്തെ ഈ ചൊറിയൻ മാധ്യമങ്ങളാണല്ലോ മുന്നിൽ വന്നിരിക്കുന്നത്. അവരിത് ചോദിക്കും എന്ന് സഖാവിന് അറിയാഞ്ഞിട്ടല്ലോ. അതെന്താണ് എന്ന് ഇന്നെങ്കിലും ഒരു എഴുതി തയ്യാറാക്കിയ രേഖ മൂലം അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചാൽ അവസാനത്തെ നിമിഷം വരെ ഞാൻ കണ്ടു. ആ സർവീസ് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ച് ഇവിടുത്തെ CPM പ്രതിയോടൊപ്പം ആ അന്വേഷണ ഏജൻസികൾക്കെതിരെ ശബ്ദിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങനെ ചുരുക്കി കാണരുത്. ഇതിൽ എത്രമാത്രം പറയേണ്ടതുണ്ട് എന്നതിൽ അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു വരി കൂടുതലുമില്ല, ഒരു വരി കുറവുമില്ല. ഞാൻ അതിലേക്ക് വരികയാണ്. ഇപ്പോൾ ഈ കേരള ഹൈക്കോടതി വിജിലൻസ് കേസ് വന്നപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വന്നത് പിണറായി വിജയൻ അനുകൂലമായിട്ടാണല്ലോ. അപ്പോൾ കേരള ഹൈക്കോടതി പാർഷ്യലല്ല. ഈ SFI അന്വേഷണത്തിനെതിരെ കേരള ഹൈക്കോടതിയിൽ എൻ്റെ ധാരണ ശരിയല്ല KSCDC പോയിട്ടുണ്ട്.
കർണാടക ഹൈക്കോടതിയിൽ ഇവർ എക്സാലോജിക്ക് പോയിട്ടുണ്ട്. ഇന്നത്തെ ഡൽഹിയിലെ കോടതിയിലെ പെറ്റീഷണർ CMRലാണ്. ഈ പെറ്റീഷനുകളിൽ അങ്ങോട്ട് കോടതിയെ ബോധ്യപ്പെടുത്താനും മതി. ഇന്നിപ്പോൾ ഹാജരായ വക്കീൽ കപിൽ സിബലാണല്ലോ ആ കോൺഗ്രസ്സുകാരനായ മികച്ച അഭിഭാഷകനോട് പറഞ്ഞ്, പഴയ കോൺഗ്രസ്സുകാരനോട് പറഞ്ഞാൽ അദ്ദേഹം അത് ആ കോടതിയെ ബോധ്യപ്പെടുത്തും. ഇന്നും കോടതി ഫേവറാണ്. സുബ്രഹ്മണ്യം പ്രസാദിന്റെ ജഡ്ജ് നേരത്തെ ഒരു അബ്യൂസീവ് ആക്ട് ഉണ്ടാവില്ല എന്നാൽ നിങ്ങൾ അവിടെ പോയി പറഞ്ഞോളൂ. ഇനി ഇതിലെ ചില രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട് സ്മൃതി, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഈ കേൾക്കുന്ന SFIO, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ഇതൊക്കെ നമ്മൾ വളരെ വിശദമായി ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നത് സമീപകാലത്താണ്. ശരിയാണ്, ഇവിടെ LDFന്റെ പ്രതി CPM പ്രതി പറഞ്ഞ് ഞാൻ അംഗീകരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞ, പലപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് പോലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഒരു കേസിന്റെ തരിമ്പ് കിട്ടിയാൽ ചാടി വീഴുന്ന ഏജൻസികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. എനിക്ക് ഒട്ടും സമയം വേണ്ട, പെട്ടെന്ന് പറയാം. ഇതിനോട് ഒരു സിമിലർ ഫാക്ട്സ് ഉള്ള ഒരു കേസ് എന്ന് പറയാവുന്ന കേസാണ് ഈ ചിദംബരത്തിന്റെ കേസ്. ഇവിടെ കരിമണൽ ഖനനമാണെങ്കിൽ അവിടെ കിട്ടിയ ഫേവർ എന്ന് പറഞ്ഞത് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡിന്റെ ഒരു ക്ലിയറൻസ് ഈ INX മീഡിയ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ ആ കമ്പനി 9,96,00,000 രൂപ ISCL എന്ന് പറയുന്ന ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന്റെ കമ്പനിക്ക് കൊടുത്തു. 2017 ആ കേസ് വന്നു. 2017 ആ കേസ് വന്നു. 18 കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തു. 19 P ചിദംബരത്തെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ CBI കസ്റ്റഡിയിൽ കഴിയുമ്പോൾ ജയിലിൽ വന്ന് ചോദ്യം. മതിൽ ചാടി ഞാൻ അതിലേക്കാ വരുന്നത്. മതിൽ ചാടി എനിക്ക് സമയം കുറഞ്ഞാൽ ഞാൻ അതിന്റെ സമയമൊന്നും കുറയുന്നില്ല, മറ്റു കണ്ടന്റുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞോളൂ. അപ്പോ മതിൽ ചാടിക്കിടന്ന് എന്നിട്ട് ഈ കുറ്റപത്രത്തിന് 60 ദിവസത്തെ കാലാവധിയാണ് CBIക്ക്. 53ാമത്തെ ദിവസം ED രാവിലെ 8:15 മണിക്ക് ജയിലിൽ വരികയാണ്. ജയിലിൽ വന്ന് അറസ്റ്റ് ചെയ്യാണ്, ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യാണ്. അപ്പൊ മതിൽ ചാടിക്കിടന്നു വന്ന CBI, പിന്നെ എന്താണ് തുടല് പൊട്ടിച്ച് പാഞ്ഞു വന്ന ED ഹേമന്ത് സോറനെ കൊണ്ടുപോയല്ലോ സ്മൃതി. 2009 ഒരു കേസാണ്. വർഷങ്ങൾക്ക് ശേഷം 2022 ഒരു പരാതി ഉണ്ടാക്കി. 2023 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ ED ഉദ്യോഗസ്ഥന്മാർ രാജ്ഭവനിൽ പോയി അദ്ദേഹത്തിന്റെ രാജി എഴുതി കൊടുക്കുന്നത് നോക്കി നിന്ന് അവിടെ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് 6 മാസം ജയിലിലിട്ടത്. ചെറിയൊരു കേസ്. സോണിയാഗാന്ധി 10 മണിക്കൂർ, രാഹുൽ ഗാന്ധി 55 മണിക്കൂർ. ED വിളിച്ച് ചോദ്യം ചെയ്തതാ. ഇവിടെ CPM പ്രതി തന്നെ പറഞ്ഞല്ലോ, വളരെ വേഗമായ ആരോപണങ്ങളുടെ പേരിൽ ഒരു തെളിവുമില്ലാതെ പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ മരണമാസ് എൻട്രി ഈ കേസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ കാണുന്നത് SFIOയെയും രജിസ്ട്രാർ, കമ്പനി ഓഫ് രജിസ്ട്രാർ. ഈ കേസിൽ ED എവിടെ? അല്ല, ED വരുന്നാണ് പറയുന്നത്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ED വന്നാലേ പിന്നാലെ CBI വന്നാലേ ഇത് വേട്ടയായി നിങ്ങൾ അംഗീകരിക്കൂ എന്നാണോ? അങ്ങനെയാണോ? എന്നല്ല, എൻ്റെ ഒരു രാഷ്ട്രീയ ചോദ്യമാണ് സ്മൃതി. ഈ ബാക്കിയുള്ളിടത്തൊക്കെ കാണിക്കുന്ന അഗ്രസീവ്നെസ് ഈ കേസിൽ ഇവർക്ക് എന്തുകൊണ്ടില്ല? സ്മൃതി എന്നെ സൂചിപ്പിച്ചല്ലോ, മതിൽ ചാടിക്കേണ്ടതാണ് അറസ്റ്റ് എന്നാണ്. ഇപ്പൊ ലല്ലു പ്രസാദ് യാദവ് ഇന്ത്യയിലെ വന്ധ്യവയോധികനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കേസ്, അദ്ദേഹം ജാർഖണ്ഡിലെ ജയിലിലായിരുന്നു. അവിടുത്തെ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അപ്പോൾ അത് വൃക്ക മാറ്റി വെച്ച ഇപ്പോഴും ഒരുപക്ഷെ ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോവാണ് ആര്? CBI. സ്മൃതി, ഈ ദുൽവാലെ ദുൽഹനിയ ലേ ജായെങ്കി സിനിമയെ പറ്റി കേട്ടത്. ആ സിനിമയുടെ പ്രത്യേകത ഈ ബോംബെയിൽ ഒരു തിയേറ്ററിൽ ആ സിനിമ എന്തോ 10-12 വർഷം കളിച്ചു എന്നാണ്. മെഗാ ഹിറ്റാണ്. അതുപോലെ മെഗാ ഹിറ്റായിട്ടൊരു കേസ് നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇത്ര അഗ്രസീവായ CBI, ഇത്ര അഗ്രസീവായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ കേസ് വിളിച്ചാൽ അവിടെ വന്നിട്ട് പറയാ ഇന്ന് വക്കീലിന് അവധിയില്ല, അതുകൊണ്ട് അത് മാറ്റി. അങ്ങനെ 35 തവണ മാറ്റിവെച്ചൊരു കേസുണ്ട്. ഇത്ര അഗ്രസീവായ അമിത്ഷായുടെ, നരേന്ദ്രമോദിയുടെ അന്വേഷണ ഏജൻസികൾ, ഞാൻ പൂർണ്ണമായും CPM നേതാവിനോട് യോജിക്കുന്നു. അഗ്രസീവായി വേട്ടയാടുന്ന ഇവർ, നിങ്ങളുടെ ചില കേസുകൾ വരുമ്പോ എന്തുകൊണ്ടൊരു മൃദു സമീപനം എന്ന രാഷ്ട്രീയ ചോദ്യത്തിന് കൂടി അപ്പൊ നമുക്ക് ഇന്നത്തെ വാർത്തകൾ ഒരു മൃദു സമീപനത്തിന്റെ സൂചനയാണോ തരുന്നത് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ അഡ്വക്കേറ്റ് ഷിബു മീരാൻ. ഇപ്പോൾ ED വന്നാലേ, CBI വന്നാലേ, അതിന്മേൽ അല്പം മുന്നോട്ട് പോയി വീണ വിജയനെ ചോദ്യം ചെയ്താലേ അതിൽ ഒരു അഗ്രസീവ്നെസ് വന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുകയുള്ളൂ എന്നാണോ? ഒരു വേട്ടയായി അതിനെ അംഗീകരിക്കൂ എന്നുള്ളതാണോ? എന്താണ് പോയിന്റ്? എന്താണ് ഞങ്ങൾ ഇതിലേക്ക് ഈ CPM വിളിച്ചെന്നുള്ള ഞങ്ങൾ ഇതിലേക്ക് ആദ്യം വിളിച്ചത് EDനെ CBIനെ ഒന്നും അല്ലല്ലോ. ഇവിടെ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഞങ്ങൾ പോയപ്പോൾ ഇവർ ശക്തിയുക്തം അതിനെ എതിർക്കല്ലേ. പിന്നെ ED വരണം എന്ന് ഞങ്ങളിപ്പോൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ CBI ED എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളിപ്പോഴും അതിനെ തരാതരം പോലെ ഉപയോഗിക്കുന്നില്ല. അടുത്ത ഊഴത്തിൽ ഇന്നിന്ന സർവീസ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ നെറ്റിലോ അല്ലെങ്കിൽ അതിന്റെ വിദഗ്ധരോടോ പരിശോധിച്ചിട്ട് ആ സർവീസിന്റെ മൂല്യം കണക്കാക്കി ഞാൻ എൻ്റെ കേസ് പിൻവലിച്ചേക്കാം, പിണറായി വിജയനെ പിന്തുണച്ചേക്കാം. പക്ഷേ ഈ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ വാദിക്കാൻ പോകുന്നതെങ്കിൽ ഒരു ജുഡീഷ്യൽ
അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച ഒരു വിഷയം, കേരളത്തിലെ പോലീസ് അന്വേഷിച്ച ഒരു വിഷയം, അത് പരാതിക്കാർ വെള്ള പേപ്പറിൽ എഴുതി തന്നു എന്ന് പറഞ്ഞ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ അന്ന് കേരളമാകെ ആദരിക്കുന്ന നിറകണ്ണുകളോടെ കേരളം യാത്രയാക്കിയ ഉമ്മൻചാണ്ടിക്കെതിരായ കേസ് CBIക്ക് വിട്ടുകൊടുത്തത് പിണറായി സർക്കാരാണ്. ഞങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഞങ്ങളുടെ നേതാവ് KM ഷാജിക്കെതിരെ കൊണ്ടുവന്നപ്പോൾ കൈയടിച്ചത് ഇവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചിദംബരം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അഴിമതിക്കാർ എന്ന് വിളിച്ചത് ഇവരാണ്. ഞങ്ങൾക്കെതിരായ ഒരു കേസ് ഇവരുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇവര് അതിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിളിച്ചു വരുത്തുന്നത് പോലെ ഞങ്ങൾ ആദ്യം ഓപ്റ്റ് ചെയ്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു അന്വേഷണമല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടതും കോടതിയിൽ പോയതും ഇവിടുത്തെ വിജിലൻസിന്റെ നിഷ്പക്ഷമായ ഒരു അന്വേഷണമായിരുന്നു. അത് വേണ്ട എന്ന് പറയുമ്പോൾ ED വരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഒറ്റ വാചകത്തിൽ തീർക്കാണ് സ്മൃതി, സ്വർണ്ണക്കടത്ത് കേസിന്, ലൈഫ് മിഷൻ തട്ടിപ്പിന് കേസിന് സംഭവിച്ച പാതി വഴിയിലുള്ള ഒരു അന്ത്യം ഇതിന് ഉണ്ടാകുമോ എന്നും മകളുടെ സുരക്ഷയ്ക്ക് മുഴുവൻ കേരളത്തെയും അത് അവസാനിച്ചു എന്ന് അവർ സമ്മതിക്കില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ശ്രീ എ സജീവൻ, ഇപ്പോൾ മറ്റു കേന്ദ്ര ഏജൻസികളും വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണല്ലോ. ശരി, ശ്രീ എ സജീവൻ, മറ്റു കേന്ദ്ര ഏജൻസികളും ഇങ്ങോട്ട് വരാൻ പോകുന്നു, ED വീണയെ ചോദ്യം ചെയ്യും എന്നടക്കമുള്ള വാർത്തകളാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി വന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എൻ്റെ രക്തം ദാഹിക്കുന്നവരാണ് ഇതിനു പിന്നിൽ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ആ രക്തം കിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ മറുപടി എത്രത്തോളം വ്യക്തതയുള്ളതായിരുന്നു ശ്രീ എ സജീവൻ? മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, അദ്ദേഹം പതിവ് പോലെ പലപ്പോഴും ക്ഷുഭിതനാവുന്നൊരവസ്ഥയിൽ അതാണ് അദ്ദേഹം ഈ എൻ്റെ രക്തത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കോടതിയിലാണല്ലോ, കേസാണല്ലോ, അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഇപ്പം മുഖ്യമന്ത്രി എടുത്ത ഈ നിലപാട് അതാണ് CPM-ൻ്റെ നേതാക്കന്മാർ, ഇടതുപക്ഷ നേതാക്കന്മാർ എടുക്കേണ്ടത്. ഇതൊരു അന്വേഷണ ഏജൻസിയാണ്. അത് കൂട്ടിലടച്ച തത്തയാണോ, കൂട്ടിലടച്ച പഞ്ചവത്തിന് പറഞ്ഞ തത്തയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. എന്തായാലും ED എന്ന് പറഞ്ഞു, ED വന്നിട്ടില്ല, ED വരുമെന്ന് പറയുന്നു. ഈ SFIയോടെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ വളരെ കൃത്യമാണ്. ഇവിടെ ഷിബു മീരാന് അറിയാത്തതുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനത്തിനെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് ഷിബു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞൊരു കേസിൽ മുഖ്യമന്ത്രി ഇവിടെ പരസ്യമായി പറയുമെന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കന്മാർ പറയുമെന്ന് നമ്മൾ വിചാരിക്കുമോ? ഒരിക്കൽ പോലും ഇല്ല. കാരണം ഇത് പിന്നീട് കോടതിയിലാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, കോടതിയിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അത് അതിൻ്റെ അഭിഭാഷകർ അവതരിപ്പിക്കും എന്നുള്ളതാണ് അവർ പറയേണ്ടത്, അപ്പോൾ പറയാൻ സാധ്യതയുള്ളത്. അതങ്ങനെ പോകട്ടെ. ഒരു കാര്യമുള്ളത്, SFIO അന്വേഷിച്ചിട്ട് കുറ്റപത്രം സമർപ്പിച്ചതിന് പിറകെ ED വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ED വരുമ്പോൾ പേടിക്കേണ്ടതില്ല. ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ ഒരു അന്വേഷണം വന്നപ്പോഴും അത് സത്യത്തിൽ എനിക്ക് കുറേ കൂടി വിശ്വസനീയമായി തോന്നിയത്, കുറേ കൂടി ഗുണകരമായി തോന്നിയിട്ടുള്ള കാര്യം ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് എന്താണ് മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. കാരണം ഇത് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമല്ല, ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അത് മുഹമ്മദ് സലീം, ശരി, ബംഗാളിലെ PB പ്രതിനിധി. അപ്പോൾ അദ്ദേഹം അത് വളരെ കൃത്യമാണ്. പാർട്ടി ഇതിൽ ന്യായീകരിക്കാനോ വിമർശിക്കാനോ ഒന്നും പോകേണ്ടതില്ല. അവിടെയാണ്, അതിനോട് ചേർന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ വരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കോടതിയിൽ കിടക്കുന്ന കേസിൽ എന്നെക്കൊണ്ട് നിങ്ങൾ പറയിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചില മറുപടിയിൽ കുറച്ച് കടുത്ത രൂപത്തിൽ, അതായത് എന്തുകൊണ്ട് കോടിയേരിയുടെ മകൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഈ നിലപാടെടുത്തില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അതിൽ കോടിയേരിയുടെ പേരുണ്ടായിരുന്നില്ല, ഇവിടെ എൻ്റെ പേരുണ്ട്, എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അതൊക്കെ അദ്ദേഹത്തിന് പറയാം. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട രീതി ഷുബി മീരാൻ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എന്തിനാണ് ഈ പണം കൊടുത്തത് എന്നുള്ളതാണ്. ഈ എന്തിനാണ് കൊടുത്തത് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇവിടെ വീണ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അത് മുഖ്യമന്ത്രിയുടെ മകളായിപ്പോയി എന്നുകൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവർ നടത്തുന്ന ഒരു സ്ഥാപനം, അവർക്ക് കിട്ടിയിട്ടുള്ള പ്രതിഫലം, ആ പ്രതിഫലം വേറൊരു സ്ഥാപനം കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ അല്ലെങ്കിൽ SFIO അന്വേഷിക്കുമ്പോൾ അവരോട് പറയുന്നു, ആ കോടതിയിൽ കുറ്റപത്രമായി പോകുമ്പോൾ അവിടെ പറയുന്നു. ഇത്തരം കാര്യങ്ങൾ അത് മുഖ്യമന്ത്രി എന്ന വേറൊരു വ്യക്തി അതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല.
അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹം ചെയ്തോട്ടെ. ഇവിടെ ED വരുന്നത് പോലും തെറ്റില്ല. കാരണം അന്വേഷണ ഏജൻസികൾ വരും. EDക്ക് വന്നിട്ട് അന്വേഷണം നടത്തുക എന്നല്ലാതെ ഇവിടെ നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ 198 കേസുകൾ ED അന്വേഷിച്ചിട്ട് 196ലും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്ന റിപ്പോർട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ്? അവർ വിചാരിച്ചാൽ ആളുകൾ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ചിദംബരത്തെ വേട്ടയാടി, ശിവകുമാറിനെ വേട്ടയാടി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വേട്ടയാടിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വേട്ടകൾ ഉണ്ടായേക്കാം. ഒരു പക്ഷേ ഇത് ഒരു നിയമപരമായ കാര്യം കൂടിയായിരിക്കും. ഇപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ EDക്ക് സാധാരണ ഇതിൽ 2 രീതിയിലാണ് അന്വേഷിക്കാൻ പറ്റും. ഒന്ന് ഈ മണി ലോണ്ടറിങ് ആക്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷിക്കാം. രണ്ടാമത്തേത് കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഏജൻസികളെ കേസെടുത്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകാം. ഇവിടെ ആദ്യത്തെ ഘട്ടത്തിൽ ഈ 1.72 കോടിയുടെ അതിൻ്റെതാണ് കൃത്യമായ കണക്ക് കൊടുത്തു പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞുള്ള 2.72 കോടിയാണ്. അത് വെച്ചായിരിക്കാം ഒരുപക്ഷെ ED വരാൻ പോകുന്നു എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കണക്കുകളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട അതെ അത് അവർക്ക് കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ED ഇതൊക്കെ അന്വേഷിക്കും. ED എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഏജൻസികൾ ഒന്നാണ്. കോടതി പറഞ്ഞ പോലെ പക്ഷേ ഈ CBIയെക്കുറിച്ച് പറഞ്ഞ പോലെ ഇത് കൂട്ടിലടക്കപ്പെട്ട തത്തയായിരിക്കാം. പലപ്പോഴും എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയക്കാരെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ കോടതിയിൽ നടക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ മതി. ഈ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ജനങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനില്ല എന്ന് കൂടിയാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് സലീം പറഞ്ഞ പോലെ മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത് ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണ്. ഭരണപരമായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കാം. ഏതെങ്കിലും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും വകുപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെ വിശദീകരിക്കാവൂ. അതല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ പോയിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിൽ അത് ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി പോവുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം മുഖ്യമന്ത്രി തരം താഴുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വിശദീകരിക്കാൻ പാടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ നേരെ വരിക, അത് ആ വാക്കുപോലും അദ്ദേഹം ഉപയോഗിച്ച് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നത്. എന്നെ വേട്ടയാടുന്നു, എൻ്റെ രക്തത്തിന് വേണ്ടി എന്തിനാണ് അദ്ദേഹം പറയുന്നത്? ഇത് 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള കരാറാണ്. ആ കരാർ നിയമപരമാണോ? അതിൽ കള്ളത്തരത്തിൽ വല്ലതും ഉണ്ടോ? ഇനി അത് എല്ലാം കൂടി അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന് ഇവിടെ സ്ഥാപിക്കാൻ പറ്റി, SFIയൊക്കെ സ്ഥാപിക്കാൻ പറ്റിയെന്ന് വയ്ക്കുക. അത് വേറെ രീതി. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രക്തത്തിന് വേണ്ടിയിട്ട് കുറ്റപത്രത്തിൽ ഒന്നും SFIO പറഞ്ഞിട്ടില്ല. പിന്നീട് മുഖ്യമന്ത്രി അതിൽ ഇടപെട്ട് പറയേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ BJP പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ പറഞ്ഞല്ലോ EDയുടെ അന്വേഷണങ്ങളുടെ ഗതി എന്തായിരുന്നു, കണക്കുകൾ എന്തായിരുന്നു? ഈ 198 കേസുകളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് ശിക്ഷയുണ്ടായിട്ടുള്ളത്. അപ്പോൾ കൺവിക്ഷൻ റേറ്റ് തന്നെ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ, പ്രതിപക്ഷത്തെ നേതാക്കളെ പിടിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി ED മാറിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതാണ് CPM ആവർത്തിച്ച് ഈ കേസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സ്വർണ്ണക്കടത്ത് അന്വേഷണം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ താങ്കൾക്കത് തുടരുകയാണ് എന്നല്ലേ പറയാനുള്ളൂ? അതിലപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ഒരുപാട് പറയാനുണ്ട് സ്മൃതി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2002 ഈ പറയുന്ന മണി ലോണ്ടറിങ് ആക്ട് കൊണ്ടുവരുന്നത്. 2005 മുതലാണ് അത് എഫക്റ്റീവായിട്ട് വരുന്നത്. ഈ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി UPA ഭരിച്ചിരുന്ന ഒന്നാം കാലഘട്ടം ഉൾപ്പെടെ 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ 112 സെർച്ചസ് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. 5346 കോടി രൂപ മാത്രമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. 2014 മുതൽ 2022 വരെയുള്ള 8 വർഷത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് അതിനകത്തില്ല. ഈ 8 വർഷത്തിനിടയിൽ 1 ലക്ഷം കോടി രൂപ, 5000 കോടി ഒരിടത്ത് കിടക്കുമ്പോഴാണ് പറയുന്നത്, 1 ലക്ഷം കോടി രൂപയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നടത്തിയിരിക്കുന്ന സെർച്ച് എന്ന് പറയുന്നത് 3000-ന് മുകളിൽ, 112 നടത്തിയിരുന്ന സ്ഥലത്ത് 3010 നടത്തിയിരിക്കുന്നത്. പിന്നെ പാർലമെന്റിൽ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ചിട്ട് 23 പേരെ അക്യൂസ് ചെയ്തിട്ടുണ്ട്. അക്യൂസ്ഡ് പേഴ്സൺസ് അവരെ കൺവിക്ഷൻ ചെയ്തിട്ടുണ്ട്. കൺവിക്ഷൻ ഓഫ് 23 അക്യൂസ്ഡ് പേഴ്സൺസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 198-ലെ 2 എന്താണെന്നുള്ള കണക്കൊന്നും എനിക്കറിയില്ല. പാർലമെന്റിനകത്ത് കൊടുത്തിരിക്കുന്ന മറുപടി
മറുപടിയിൽ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജയ്ക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നിങ്ങളുടെ കാലത്ത് ഉൾപ്പെടെ കൂട്ടിലിട്ട് വെച്ചിരുന്ന ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലത്ത് തുറന്നു വിട്ടിട്ടുണ്ട്. അല്ലല്ല ഞാൻ പറയട്ടെ, പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കാണ് ഞാൻ പറയുന്നത്. കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോ നിങ്ങളുടെ കാലത്ത് ഉൾപ്പെടെ കൂട്ടിലിട്ട് വെച്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ, എനിക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അദ്ദേഹം ഒരുപാട് എല്ലാത്തിനും എനിക്ക് മറുപടി പറയണ്ടേ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തുറന്നു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഗേറ്റ് പൂട്ടിയകത്തിരുന്നാൽ സ്വാഭാവികമായിട്ടും മതിൽ ചാടിപ്പോയും പിടിക്കും. അല്ലാണ്ട് അവിടെ കോംപ്രമൈസ് ചെയ്തിട്ട് പോകുന്ന സാഹചര്യം ഒന്നും ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യയിലില്ല. വർത്തമാന കാല ഭാരതത്തിൽ മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങ് എന്താണ് ഈ സ്വർണ്ണക്കടത്ത് കേസ്, ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ എനിക്ക്? ആരെങ്കിലും പറഞ്ഞു തന്നാൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെ പോയി? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? അവിടെ ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ സേവനവും ഇപ്പൊ അവിടെ ഇല്ലല്ലോ. അപ്പോ അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗൂഢാലോചന കേസിലേക്കാണ് പോകുന്നത്. ഇവിടെ അശ്വത്ഥാമാവെന്ന ഞാൻ എല്ലാ കുറ്റവും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് ഒരിടത്തിരിക്കുന്ന സമയത്ത് ഒരു ഗൂഢാലോചന കേസിലേക്ക് പോകുന്നതിനകത്ത് കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും. എന്തായാലും ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അപ്പുറത്തേക്ക് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ വഴിക്ക് പോകട്ടെ. സ്മൃതി പറഞ്ഞതുപോലെ തന്നെ അതിന്റെ വഴിക്ക് പോകട്ടെ, ആ അന്വേഷണം പോട്ടെ. ഇനി അങ്ങയോട് ചോദിക്കാനുള്ള വേറെ 1-2 ചോദ്യങ്ങളുണ്ട്. ഇനി എന്താണ്, കോടതി വരാന്തകളിൽ ഈ കേസ് പലതവണ ഈ മാത്യു കുഴൽനാടൻ ഓരോ കേസുമായിട്ട് കോടതി വരാന്തയിൽ പോയിട്ട് തേഞ്ഞ് തിരിച്ചു വരുന്നതിന് ഞങ്ങളാരും ഉത്തരവാദിയല്ല. മാത്യു കുഴൽനാടൻ ഒരു വശത്ത് പോയി തേഞ്ഞിട്ട് തിരിച്ചു വരുന്നത് പോലെ തന്നെയാണ് ജയ്ക്ക് ഒരു വശത്തുകൂടി നമ്മുടെ വീണ വിജയനും CMRL എല്ലാം കൂടി ചേർന്നിട്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിലും ആ മറ്റു കോടതികളിലും ഒക്കെ പോയിട്ട് അവരും തേഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോടതി വരാന്തകളിൽ നിന്ന്, കോടതിയുടെ തിണ്ണകളിൽ നിന്ന് എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിയുന്നത് മാത്യു കുഴൽനാടൻ കൊടുത്ത കേസ് മാത്രമൊന്നുമല്ല. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകള് കൊടുക്കുന്ന കേസ് ഉൾപ്പെടെ ഈ പറയുന്നത് പോലെ ചവറ്റുകുട്ടകളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഇവരവിടെ പോകുന്ന സമയത്ത് ഞാൻ പറയട്ടെ സ്മൃതി, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവിടെ വിരസതയെ കുറിച്ചിട്ട് അങ്ങ് പറഞ്ഞു. ശരിയാണ് ജയ്ക്ക്, വിരസതയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ആൾക്കാർ മാറി മാറി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവില്ല. നമ്മുടെ ഈ ചർച്ച തുടങ്ങി ഏതാണ്ട് 3/4 മണിക്കൂർ പിന്നിടുകയാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന്, മുറ്റത്ത് കെട്ടിയിരുന്ന പശു എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിനെ കെട്ടിയിരുന്ന കയറ് കെട്ടിയിരിക്കുന്ന തെങ്ങ്, തെങ്ങിന്റെ മുകളിലെ തേങ്ങയിടാൻ വന്ന നാരായണന്റെ ഭാര്യ അമ്മിണിയുടെ മോൾ അമ്മു പുല്ലു കൊടുക്കാൻ കൊണ്ടുപോയ ആട് എന്ന് പറഞ്ഞ സകലതിനെ കുറിച്ചും പറയും. ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല. ഒരു ദിവസം ചോദിക്കുന്നു, 2 ദിവസം ചോദിക്കുന്നു, 3 ദിവസം ചോദിക്കുന്നു. ഒരു കുട്ടിയോട് സ്കൂളിൽ ഒരു ടീച്ചർ ചോദിക്കുകയാണ്. ആദ്യത്തെ ദിവസം ഒരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഉത്തരവില്ല. 2ാമത്തെ ദിവസം അതേ ചോദ്യം ചോദിക്കുന്നു, ഉത്തരവില്ല. 3ാമത്തെ ദിവസം ചോദിക്കുന്നു, ഉത്തരവില്ല. 30ാമത്തെ ദിവസം ടീച്ചർ ചോദിക്കുകയാണ്, മടുപ്പില്ലേ, വിരസതയില്ലേ, ഞാൻ ചോദിച്ചു മടുത്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി തിരിച്ചിങ്ങോട്ട് പറയുകയാണ്, ആ തോൽവി തിരിച്ചിങ്ങോട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾക്ക് വിരസതയില്ലേ, ഇത് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ ഒരു തവണ ഉത്തരം പറയുന്ന ഈ വിഷയത്തില്, ഒറ്റ തവണ നിങ്ങൾ ആ വിഷയത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി. എന്താണ് സർവീസ് കൊടുത്തത്? നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളും കൂടി കണ്ടുപിടിച്ച 4 രസങ്ങളായിട്ടുള്ള 4 സർവീസ് ഉണ്ടല്ലോ. ഏത്? ലോകരഥൻ ടോബിളിന്റെ കാലൊടിഞ്ഞതും ലേസിന്റെ പാക്കറ്റിൽ കാറ്റ് നിറച്ചതും ഇതൊന്നും അല്ല സർവീസ്. കൊടുത്ത സർവീസ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയണം. പിന്നെ ശ്രീ സജീവൻ സാർ പറഞ്ഞ ഒരു വിഷയം ഉണ്ടല്ലോ, എന്താണ്, മുഖ്യമന്ത്രി ഇതിനകത്ത് മറുപടി പറയേണ്ടതില്ല, SFIO ഇതിനകത്ത് മുഖ്യമന്ത്രി പറയല. SFIO അല്ലല്ലോ ഇവിടെ മുഖ്യമന്ത്രിയുടെ വിഷയം പറയേണ്ടത്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അവരുടെ ഫൈൻഡിങ്ങിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ബ്രൈബ് എമൗണ്ട് ആണ്, ഇത് മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്നതാണ്, വീണ വിജയന്റെ ഫാദർ ആയിട്ടുള്ള ആൾക്ക് വന്നിട്ടുള്ളതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഒരു കാര്യം യുവരാജ് ഗോകുൽ, ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ പക്കലുള്ളത് രഹസ്യരേഖയാണ്, അത് പുറത്തുവിടരുത് എന്നാണ്. അതിന് മറുപടിയായുള്ള വാദമായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു പറയുന്നതാണ് അത് പറഞ്ഞതായി വാക്ക് കൊടുത്തതായിട്ടുള്ള ഓർമ്മയില്ല എന്നാണ്. ഇങ്ങനെയൊക്കെയാണോ കോടതിയിൽ മറുപടി പറയുക? അതിൽ കൃത്യമായ രാഷ്ട്രീയം വ്യക്തമല്ലേ?
അല്ല, അത് അവരുടെ വിഷയം അല്ലല്ല സ്മൃതി. അത് കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ രണ്ട് വക്കീലന്മാർ, അത് SFIയുടെ വക്കീലും മറ്റേ വക്കീലും പറയുന്നതാണ്. അതിനൊന്നും ഞാൻ ഇവിടെ ഉത്തരം പറയേണ്ടെന്ന കാര്യമൊന്നുമില്ല. ഇവിടെ കൃത്യമായിട്ടൊരു ഫൈൻഡിങ് വന്നിട്ടുണ്ട്. എന്താണ്? ഇതിൻ്റെ അകത്ത് ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഒരു വിധിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അവരുടെ ഒരു ഫൈൻഡിംഗ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ഫൈൻഡിങ്ങിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ പങ്ക് എന്താണെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. അപ്പൊ അതിനെ പൊളിറ്റിക്കലായിട്ട് തന്നെയാണ് മറുപടി പറയുന്നത്. രാഷ്ട്രീയ മറുപടിയാണ് ജയ്ക്ക് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊടുത്തു എന്ന് പറയുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. ജയ്ക്ക് മറുപടി. അതെ, അതായത് ദീർഘസമയം എടുത്തുകൊണ്ട് ലീഗിന്റെയും BJPയുടെയും രണ്ട് പ്രതിനിധികളും അവരവരുടെ അവസരം ഉപയോഗിച്ച് പാതിവന്ത നുണകൾ അല്ലെങ്കിൽ പരിപൂർണമായ പച്ചക്കള്ളം, ഒരവസരം വന്നതുപോലെ ഒരു അവകാശം വന്നതുപോലെ അവരുടെ ഭാഗത്ത് അവർ ഉന്നയിക്കുകയുണ്ടായി. എല്ലാ കാര്യത്തിനും മറുപടി പറയാൻ സ്വാഭാവികമായി അങ്ങ് അനുവദിക്കില്ല, അതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. പക്ഷേ നിർബന്ധമായി ബഹുമാനായ BJPയുടെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം വിരസതയെ സംബന്ധിച്ചും പശുവിനെ കെട്ടിയ കയറിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം ദീർഘസമയം എടുത്തുകൊണ്ട് പറഞ്ഞു. നല്ല കാര്യമാണ്, നിങ്ങളേതോ കൂട്ടിലടച്ച തത്തയെ നിങ്ങൾ പറത്തി സ്വതന്ത്രമായിട്ട് വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങയേക്കാൾ അങ്ങയുടെ അത്ര വലിപ്പം പശുവിനെ കെട്ടിയ കയറും സർവീസ് എന്ന് പറയൂ. ശരി, അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന്റെ അവസരമല്ലേ. അല്ല, സമയം ഞാനല്ല സ്മൃതി കളയുന്നത്. ശരി യുവരാജ്, ഒന്നും മിണ്ടാതിരിക്കൂ പ്ലീസ്. ജയ്ക്ക് പറയൂ. അങ്ങ് ദയവായി BJP സംസ്ഥാന കമ്മിറ്റിയിൽ ഓഫീസിൽ എടുക്കുന്ന സമീപനവുമായിട്ട് ഒരു ചാനൽ സംവാദത്തിൽ അങ്ങ് വന്നിരിക്കരുത്. അങ്ങയുടെ അവസരത്തിൽ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മസാലയിട്ട് അങ്ങ് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് അതിനോട് പ്രതികരിക്കാനുള്ള സമയമാണ്. അപ്പോൾ അങ്ങ് പറയുന്ന കാര്യത്തിന് മാത്രം മറുപടി കിട്ടിയാലേ ഈ സംവാദം മുമ്പോട്ടേക്ക് പോകുമെന്ന് റിപ്പോർട്ടർ ചാനലിന്റെ ഫ്ലോറിൽ വന്നിരുന്ന് വാശി പിടിക്കാൻ പറ്റില്ല. RSSന്റെ ഏതെങ്കിലും ശാഖയിലിരുന്ന് വാശി പിടിക്കണമെങ്കിൽ പിടിക്കാം. പിന്നെ അങ്ങ് സർവീസിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് തവണ ചോദിക്കുന്നുണ്ടല്ലോ. നോൺ ഡിസ്ക്ലോസർ ക്ലോസ് എന്താണെന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാകും രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടുണ്ട്, പുറത്തു പറയാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് നിയമപരമായി LLB ഒന്നും പാസ്സാക്കണമെന്നില്ല. അതിനെ സംബന്ധിച്ച് അടിസ്ഥാന വിവരമുള്ള ഏതു സാധാരണക്കാരനും മനസ്സിലാകും. പിന്നെ BJP നേതാവ് ഇവിടെ ഇരുന്ന് വലിയ വായിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കൂട്ടിലടച്ച തത്തയെ ഞങ്ങൾ അങ്ങ് കെട്ടഴിച്ചു വിട്ടു എന്നുള്ളത്. ആ കെട്ടഴിച്ചു വിട്ട തത്ത കൊടകര കുഴൽപ്പണ കേസ് കണ്ടപ്പോൾ ഏത് കൂട്ടിലാ കയറിപ്പോയത്? ഏത് RSSന്റെ ശാഖയിലേക്കാണ് ആ കൂട്ടിലടച്ച തത്ത കയറിപ്പോയത്? ഇങ്ങോട്ടേക്ക് തെരഞ്ഞെടുപ്പിനായിട്ട് കൊണ്ടുവന്ന കോടാനുകോടി വരുന്ന കള്ളപ്പണത്തെ കൈയോടുകൂടെ പിടിച്ച് പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ലക്ഷണമൊത്ത കള്ളപ്പണ ഇടപാടിന്റെ നേതൃത്വം കേരളത്തിലെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം കോടതിയിലോ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അവിടെ ഇല്ലല്ലോ. നിങ്ങൾക്ക് ഏറ്റവും ബോർഡ് ചോദിക്കുമ്പോ അവിടെ പറയാമല്ലോ നിങ്ങൾ കൊടുത്ത സർവീസ് എന്താണെന്ന്. നിങ്ങൾക്ക് അവിടെ പറയാൻ നിങ്ങൾക്ക് SFIO ചോദിക്കുന്ന സമയത്ത് അവിടെ പറയാറുണ്ടല്ലോ, അവിടെയും പോയിട്ടുണ്ടല്ലോ. കോടതിയോടെങ്കിലും ഇവിടെ നടക്കില്ല. അല്ലേ? അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ആ സർവീസ് പറഞ്ഞില്ല എന്നുള്ളത് നമ്മളെല്ലാം കേൾക്കണല്ലോ. നമ്മളെല്ലാവരും കേൾക്കുകയാണല്ലോ. യുവരാജ് ഗോകുൽ കേരള പോലീസിന് അങ്ങനെ ഒരു ഉത്തരവുണ്ടോ? യുവരാജ് ഗോകുൽ അദ്ദേഹം പൂർത്തിയാക്കട്ടെ. കോടി രൂപ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ആ 23 കോടി രൂപയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൈസ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ എല്ലാ കേസും ED അന്വേഷിക്കണമെന്ന് CPM-ന് നിർബന്ധമുണ്ടോ എന്ന് കൂടി ഒന്ന് ചോദിച്ചു നോക്കുക. കേരളത്തിൽ 23 കോടി ഈ തിരഞ്ഞെടുപ്പ് സമയമാവുന്ന സമയത്ത് പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് പല പൈസകളും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പലയിടത്തായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പിടിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ED കേസൊന്നും ഈ നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെടാറില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പോലീസ് കേരള പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് അത് കള്ളപ്പണമാണെന്നുണ്ടോ? ആ പണത്തിന് കാണിച്ചിട്ടുണ്ട്. ചോദിക്കുന്ന
വിതരണം ചെയ്യുന്നതാണ് പറഞ്ഞത്. അങ്ങ് കണ്ടില്ലേ? താങ്കൾക്ക് ഈ കൊടകരയിൽ ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നാണെങ്കിൽ അങ്ങനെ ആവട്ടെ. എത്ര കോടി കട്ടുമെന്ന് വിചാരിച്ചാൽ യുവരാജ് ഗോകുൽ ആനുപാതികമായ കള്ളപ്പണമായിരിക്കും ഇല്ലേ? ആ ഇഡി അവിടെ ഈ വിഷയം വന്നിരിക്കുന്നത് PMLA കേസെടുക്കാൻ വേണ്ടി സെക്രട്ടറി കണ്ടിട്ടില്ലല്ലോ. കൂട്ടിൽ നിന്ന് തുറന്നു വിട്ട തത്ത എവിടെ പോയി മാത്രമാണ് ഇവിടുത്തെയും ചോദ്യം. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഉത്തരം പറഞ്ഞതുപോലെ തന്നെ നേതാക്കന്മാരുടെ കള്ളപ്പണ ഇടപാടിന് കുടപിടിക്കുന്ന ഒരു മൂന്നാംകട സംഘം ഒരു മൂന്നാംകട സംഘമായി മാറിയിരിക്കുന്നു. അങ്ങ് സൂചിപ്പിച്ച ഇഡി, അങ്ങ് സൂചിപ്പിച്ച IT, അങ്ങ് സൂചിപ്പിച്ച CBI, അങ്ങ് സൂചിപ്പിച്ച NIA. ജയ്ക്ക് കൊടകരയിൽ കാണിച്ചതുപോലെ കാണിച്ചാൽ മതി. അതാണ് പറഞ്ഞത്. ഇന്റർപോളിന്റെ അടുത്തൊക്കെ പിന്നെ പോവാ. ആദ്യം നിങ്ങൾ കൊടുത്ത സർവീസ് എന്താണെന്നൊന്ന് പറ ജയിക്ക്. അത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇന്റർപോളിനെയൊക്കെ വിളിക്കാം. ഇന്റർപോളിലേക്ക് പോകണോ, EDയിലേക്ക് പോകണോ, NIയിലേക്ക് പോകണോ എന്നൊക്കെ എന്റെ അവസരത്തിൽ ഞാൻ തീരുമാനിക്കും. BJP നേതാവ് കൊടുത്തുവിട്ട കുറിപ്പ് പ്രകാരം ചർച്ച നയിക്കാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് പോയി പറഞ്ഞാൽ മതി. ആ വർത്തമാനം അങ്ങ് എന്നോട് പറയണ്ട. ഞാൻ ഏതിലൂന്നി സംസാരിക്കണം, എന്ത് വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കണം, ഇനി പാർട്ടിക്കും പറയാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെന്ന് ഇപ്പോഴും പറയാൻ വേണ്ടി സാധിക്കും. യുവരാജ് ഗോകുൽ ഒന്ന് ചോദിക്കാനും പറയാനും ഒക്കെ സമ്മതിക്കോ? നിങ്ങൾ ഈ ഭൂരിപക്ഷം വെച്ചിട്ട് നിങ്ങൾ എല്ലായിടത്തും ഈ ബഹളം ഉണ്ടാക്കല്ലേ? ജയ്ക്ക്, ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ കോടതിയിലാണ്, അതല്ലാതെ ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാനില്ല എന്നാണോ? ചുരുക്കി തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ അത് SFIO ആവട്ടെ, ROC ആവട്ടെ, മറ്റ് കാവൽ നായ്ക്കളുടെ സംഘാംഗങ്ങളിൽ പെട്ട പുതുമുഖങ്ങൾ ആരും വന്നോട്ടെ, ആ അന്വേഷണത്തെ ആ നിലയിൽ തന്നെ നേരിടും. രാഷ്ട്രീയമായി അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അതിനെ രാഷ്ട്രീയമായും ചോദ്യം ചെയ്യും. നിയമപരമായി കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടത് അങ്ങനെ തുടരും. രാഷ്ട്രീയമായി പുറത്തു പറയേണ്ടത് ഞങ്ങൾ അങ്ങനെയും പറയും. അങ്ങനെ തന്നെ ഈ കാര്യം മുന്നോട്ടേക്ക് പോകും. ഒരു സംശയം വേണ്ടതില്ല. ശരി, വളരെ നന്ദി ജേക്ക് സി തോമസ്, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, യുവരാജ് ഗോകുൽ, ശ്രീ എ സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.